ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഓപ്ഷൻസിലെടുത്തിട്ടുള്ള 4ാമത്തെ ട്രേഡാണ്. വീണ്ടും നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മൺഡേ എടുത്തിട്ടുള്ള ഒരു ട്രേഡായിരുന്നു. നല്ല ഒരു സ്ട്രൈറ്റ് അപ്പ് മൊമെൻറ്റം കാണിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റി 1000+ പോയിൻറ്റ്സ് മൺഡേ മാത്രം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് മോർ ദാൻ 2%. സോ ഞാൻ ചാർട്ടിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ആ ബുള്ളിഷ് വ്യൂ എന്ന് എഴുതിയിട്ടുള്ള ആ ലൈന് ഫസ്റ്റ് 50 മിനിറ്റിൽ തന്നെ ആ ലൈന് ക്രോസ് ചെയ്തു, ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ ആ ക്യാൻഡലിൻ്റെ ക്ലോസിൽ തന്നെ ഞാൻ എൻ്റർ ചെയ്തു. ദെൻ എൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് ഞാൻ എസ് എൽ വെക്കേണ്ടത് ആ ക്യാൻഡലിൻ്റെ ഓപ്പണിലായിരുന്നു ഞാൻ എസ് എൽ വെക്കേണ്ടത്. പക്ഷേ നമ്മുടെ അടുത്ത് അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ ഇല്ലാത്തത് കാരണം നമ്മൾ ആ ട്രെൻഡ് ലൈനിന് തൊട്ടടിയിലായിട്ടാണ് എസ് എൽ കീപ്പ് ചെയ്തത്. ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു 2 മിനിറ്റ് ക്യാൻഡലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അതിനുശേഷം മാർക്കറ്റ് സ്ട്രൈറ്റായിട്ട് ഒരു അപ്പ് മൂവ്മെൻറ്റ് നടത്തുകയായിരുന്നു. അതിലായിരുന്നു ഒരു 1000+ പോയിൻറ്റ്സ് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ആസ് പെർ മൈ സിസ്റ്റം ഞാൻ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിരുന്നെങ്കിൽ പെർഫെക്റ്റ് എൻ്റർ ആയിരുന്നത്. പെർഫെക്റ്റായിട്ട് എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരുന്നു. നമ്മൾ ആ ലൈനിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എസ് എൽ ഹിറ്റ് ചെയ്തു. ഒരു 496 റുപ്പീസ് ലോസ് ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാനുണ്ടായിരുന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ 48,600 CE സ്ട്രൈക്ക് പ്രൈസ് ആയിരുന്നു ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആൻ ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസ്. നമ്മൾ ഈ സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യുമ്പോൾ ഏകദേശം 236 റുപ്പീസ് സംതിങ് ആണ് പ്രൈസ് ഉണ്ടായിരുന്നത്. പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അത് ഏകദേശം 900 സംതിങ് റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ എസ് എൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ബ്രില്യൻറ്റ് പ്രോഫിറ്റ് ബുക്ക് ആയിരുന്നു. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. സോ നമ്മൾ ഈ ട്രേഡിൽ നിന്ന് ലേൺ ചെയ്ത ലെസൺസ് എന്താണെന്ന് വെച്ചാൽ, നെവർ എൻ്റർ ഓൺ മൊമെൻറ്റം ക്യാൻഡിൽസ്, വെയിറ്റ് ഫോർ എ റീടെസ്റ്റ് ഓർ സ്കിപ്പ് ദ ട്രേഡ്. അതായത് നമ്മൾ മൊമെൻറ്റം ക്യാൻഡിൽസിൽ മാക്സിമം എൻ്റർ ചെയ്യാതിരിക്കുക. ബിക്കോസ് നമ്മളെ എസ് എൽ വളരെ വലുതായിരിക്കും. അപ്പോൾ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ശരിക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ബിഗ് മൊമെൻറ്റം ക്യാൻഡിൽസിൽ ട്രേഡ് ഒഴിവാക്കുക. അല്ലെങ്കിൽ ആ ബിഗ് മൊമെൻറ്റം ക്യാൻഡിലെ ഒരു മീഡിയൻ വരെ ഒരു 50% സംതിങ് റീട്രേസ്മെൻറ്റ് വന്നിട്ട് അവിടുന്ന് ഒരു റിവേഴ്സൽ കൺഫേം ചെയ്താൽ മാത്രം അവിടുന്ന് ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ ആ ട്രേഡ് സ്കിപ്പ് ചെയ്യുക. ഞാൻ മോർണിംഗ് തന്നെ ഒരു നല്ല മൊമെൻറ്റം ക്യാൻഡിൽ കണ്ടപ്പോൾ അഗ്രസീവായിട്ട് ഞാൻ എൻ്റർ ചെയ്യായിരുന്നു. ഞാനൊരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നല്ലൊരു റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി എ പെർഫെക്റ്റ് ട്രേഡ്. സോ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു. സോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ലെസൺ ലേൺ ചെയ്യാൻ കഴിഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്. രണ്ടാമതായിട്ട് നമ്മൾ ലേൺ ചെയ്ത ലെസൺ എന്താണെന്ന് വെച്ചാൽ, റീചെക്ക് ദ എൻട്രി പോയിൻറ്റ് ഇഫ് ദർ ഈസ് എ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ്. ഇറ്റ് മീൻസ് അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 250, 300 ആൻഡ് അബോവ് ഒക്കെ ഒരു സെർട്ടൺ പോയിൻറ്റ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ്. അതായത് സെർട്ടൺ പോയിൻറ്റ്സ് അപ്പിലോട്ടോ അതോ താഴോട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പേസിൽ എൻ്റർ ചെയ്യാതിരിക്കുക. അത്യാവശ്യം പോയിൻറ്റ്സ് മൂവ് ചെയ്ത സ്ഥലത്ത് നിന്നൊരു എൻ്റർ ചെയ്യാതിരിക്കുക. അവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് റീടെസ്റ്റ് വരുമ്പോൾ അവിടെ നിന്ന് മാത്രം എൻ്റർ ചെയ്യുക. ഇന്നലത്തെ ആ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ആ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലും അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പും പിന്നെ ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള ആ ക്യാൻഡിൽ കൂടെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 400+ പോയിൻറ്റ്സ് അവിടെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ദർ ഇസ് എ പ്രോഫിറ്റ് ബുക്കിംഗ്. അതിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു അവിടെ, ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു അവിടെ നടന്നത്. സോ ഞാൻ മോർണിംഗിൽ അഗ്രസീവ് ആയപ്പോൾ ശ്രദ്ധിച്ചില്ല. ദാറ്റ് വാസ് another mistake. So that's it guys. Everyone do like, share and subscribe.